നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹിതയാണോ ശാലിനി? അതെ സർ, ഹസ്ബൻഡ് വിഷ്ണു. ശാലിനി കളക്ടറായി കഴിയുമ്പോ ഭർത്താവിനൊപ്പം ഒരു ഫംഗ്ഷന് പോയെന്നിരിക്കട്ടെ. ഒരു കളക്ടർ എന്ന നിലയിൽ ശാലിനി ആയിരിക്കും കൂടുതൽ ബഹുമാനിക്കപ്പെടുക, പോലീസ് സല്യൂട്ട് ചെയ്യുക. അത്തരം ഒരു സന്ദർഭത്തെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ശാലിനി കരുതുന്നു? ഇതിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതാണ് സർ. സ്ത്രീ പുരുഷ സമത്വത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എന്റെ മാത്രം വിശ്വാസമല്ല, ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനം തന്നെ അതാണ്. അതെങ്ങനെ മനസ്സിലായില്ല? അർദ്ധനാരീശ്വരൻ, പാതി പുരുഷനും പാതി സ്ത്രീയുമായ ഈശ്വരൻ. ആ ഈശ്വരനാണ് ഏറ്റവും ശക്തിയുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. ഒന്നിന്റെ കുറവ് മറ്റൊന്ന് പരിഹരിക്കുമ്പോഴാണ് പൂർണ്ണതയുണ്ടാവുന്നത്. ശാലിനി ഈശ്വരവിശ്വാസിയാണോ? തീർച്ചയായും. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനെ ചിലർ പ്രപഞ്ചശക്തിയെന്നും മറ്റു ചിലർ പോസിറ്റീവ് എനർജി എന്നും വിളിക്കുമെന്നും മാത്രം. ഈശ്വര വിശ്വാസവും നിരീശ്വരവാദവും സംബന്ധിച്ച ഒരു പൊതു തർക്കം കളക്ടറായ ശാലിനിക്ക് മുമ്പിലെത്തിയാൽ ആരുടെ പക്ഷത്തായിരിക്കും ശാലിനി? ഞാൻ മനുഷ്യന്റെ പക്ഷത്തായിരിക്കും. മനുഷ്യന് വേണ്ടിയാണ് ഈശ്വരൻ. മനുഷ്യന് ഉപകരിക്കാത്തതൊന്നും ഈശ്വരനും അല്ല. അതവിടെ നിൽക്കട്ടെ. ശാലിനിയുടെ ഈ അർദ്ധനാരീശ്വര സങ്കല്പമൊന്നും ഭർത്താവിന് ദഹിച്ചില്ലെങ്കിലോ? വിഷ്ണു നിൽക്കുമ്പോൾ ശാലിനിയെ മറ്റുള്ളവർ കൂടുതൽ ബഹുമാനിക്കുന്നത് ഒരു കുറച്ചിലായിട്ടാണ് തോന്നുന്നതെങ്കിലോ? നമ്മൾ ഏറ്റവും തീവ്രമായി ആഗ്രഹിക്കുന്നത് നടപ്പാക്കി തരാൻ പ്രകൃതി തന്നെ സാഹചര്യം ഒരുക്കി തരൂന്നല്ലേ സർ? പൗലോ കോയിലോ എഴുതിയത് മാത്രമല്ല, ഭാരതീയ ദർശനത്തിലും അതുണ്ട്. പഞ്ചഭൂതങ്ങൾ നമുക്ക് തുണയാകും. അങ്ങനെ പ്രകൃതി എനിക്ക് തുണയായി തന്ന ആളാണ് സർ എന്റെ വിഷ്ണുവേട്ടൻ. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ശാലിനി തമിഴർക്കൊപ്പമോ മലയാളികൾക്കൊപ്പമോ? ഇന്ത്യക്കാരനൊപ്പമാണ് സർ. മനസ്സിലായില്ല. തമിഴനെന്നോ മലയാളിയെന്നോ ഇല്ല സർ. നമ്മുടെ ഭരണഘടന പ്രകാരം എല്ലാവരും ഇന്ത്യക്കാരാണ്. നീതി ഭാഷ അടിസ്ഥാനത്തിലോ സംസ്ഥാനങ്ങളുടെ അതിരുകൾ തിരിച്ചോ നടപ്പാക്കേണ്ടതല്ല. സമ്മതിച്ചു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം കൂട്ടണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. ഡാം കാലപ്പഴക്കം ചെന്നതാണെന്നും പൊളിച്ച് പുനർനിർമ്മിക്കണമെന്നുമാണ് കേരളം. ശാലിനി ഏത് പക്ഷത്ത് നിൽക്കും? എന്റെ തീരുമാനം പ്രസക്തമല്ല സർ. തീരുമാനം രാജ്യത്തിന്റെ പരമോന്നത കോടതിക്ക്. അതിനെ എല്ലാവരും അനുസരിക്കുക. ശരി, നമ്മുടെ രാഷ്ട്രപിതാവാണല്ലോ ഗാന്ധിജി. അദ്ദേഹത്തെ പറ്റി ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗാന്ധിജിയെ പറ്റിയുള്ള ആദ്യ പുസ്തകം രചിച്ചതാരാണെന്നറിയാമോ? ഒരു വെള്ളക്കാരനാണ് സർ, ജോസഫ് കെ ഡോക്ക്. പുസ്തകത്തിന്റെ പേര് M.K. ഗാന്ധി, ആൻ ഇന്ത്യൻ പാട്രിയോട്ട് ഇൻ സൗത്ത് ആഫ്രിക്ക. ജോസഫ് കെ ഡോക്ക് ഒരു പാതിരിയായിരുന്നു. ഇംഗ്ലീഷിൽ പുസ്തകം ഇറങ്ങിയതിന് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പതിപ്പ് പുറത്തിറങ്ങിയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.